കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ടി.വി.കെ അധ്യക്ഷൻ വിജയ് നാളെ നേരിട്ട് കാണും. ചെന്നൈയിലെ റിസോർട്ടിൽ വെച്ചാണ് കൂടിക്കാഴ്ച. ഇന്ന് വൈകിട്ട് കുടുംബാംഗങ്ങൾ സ്ഥലത്തെത്തും. അജയ് സുധാബിജു വിവരങ്ങളുമായി. അജയ്, ഇങ്ങനൊരു കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കരൂരിലല്ല, അത് ചെന്നൈയിൽ വെച്ചാണ് ആ കൂടിക്കാഴ്ച നടക്കുന്നതെന്ന വിവരങ്ങൾ വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിലവിൽ മുമ്പ് കരൂരിൽ വിജയ് എത്തി ഈ കുടുംബാംഗങ്ങളെ നേരിട്ട് ഒരു സമ്മേളന വേദിയിൽ വെച്ച് കാണും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഈ കരൂരിലേക്ക് വിജയ് എത്തുന്നില്ല എന്നതാണ് നമുക്കിപ്പോൾ നിലവിൽ ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം. ഒക്ടോബർ 8-ാം തീയതി വിജയ്ക്ക് കരൂരിലെത്താൻ വേണ്ടി തമിഴ്നാട് DGPയോട് പ്രത്യേക അനുമതി ഉൾപ്പെടെ ടി.വി.കെ നേതാക്കൾ തേടിയിരുന്നു. അപ്പോൾ DGP പറഞ്ഞത് അവിടെയുള്ള ഈ ജില്ലാ അധികൃതരുമായിട്ട് സംസാരിക്കണം, ജില്ലയിലുള്ള പോലീസ് മേധാവികളുമായിട്ട് സംസാരിച്ച് തീരുമാനമെടുക്കണമെന്നുമാണ് പറഞ്ഞത്. വിജയ്ക്ക് വേണ്ടി Y+ കാറ്റഗറിയിലുള്ള സുരക്ഷയാണ് ടി.വി.കെ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ സുരക്ഷ ഒരുക്കുന്നതിൽ അത് പ്രായോഗികമായിട്ടുള്ള പല പ്രശ്നങ്ങളും നിലനിന്നിരുന്നു. ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇത് മറ്റൊരു വലിയ വിവാദത്തിലേക്ക് വഴിവെക്കുമോ എന്നുള്ള ഭയം എല്ലാം ടി.വി.കെ നേതാക്കൾക്കുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് വിജയ് കുടുംബാംഗങ്ങളെ കാണുന്നത് അത് ചെന്നൈയിൽ വെച്ച് തന്നെ നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ചെന്നൈക്കടുത്തുള്ള മഹാബലിപുരത്ത് വെച്ചാണ് ഈ ഒരു കൂടിക്കാഴ്ച നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. മഹാബലിപുരത്ത് ഒരു റിസോർട്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി ടി.വി.കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ റിസോർട്ടിൽ വെച്ചാണ് കൂടിക്കാഴ്ച എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ കൂടിക്കാഴ്ചയിൽ വിജയ് ഈ കുടുംബാംഗങ്ങളെ അവർക്ക് വേണ്ടി പ്രത്യേകം ബുക്ക് ചെയ്തിട്ടുള്ള റൂമുകളിലെത്തി വിജയ് സ്വകാര്യമായി സന്ദർശിക്കും. അതിനുശേഷം എല്ലാവർക്കുമായി ഒരു പൊതു ചടങ്ങ് അത് റിസോർട്ടിലുള്ള ഹാളിൽ വെച്ച് നടത്തുകയും ചെയ്യും എന്നാണ് നിലവിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഇന്ന് വൈകുന്നേരം എല്ലാ കുടുംബാംഗങ്ങളും മഹാബലിപുരത്ത് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ 21 കുടുംബങ്ങൾ എത്താമെന്ന് 20 കുടുംബങ്ങൾ എത്താമെന്ന് സമ്മതം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ 21 കുടുംബങ്ങൾ തങ്ങൾ എത്തുന്നില്ല, ഇവർ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട്. കാര്യം തങ്ങൾ എന്തിന് മഹാബലിപുരത്ത് എത്തണം എന്നുള്ള ചോദ്യങ്ങളും ഇവരിൽ പലരും ഉന്നയിച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത്. എന്നാൽ ടി.വി.കെയുടെ പ്രാദേശിക നേതാക്കൾ ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇതിനോടൊപ്പം തന്നെ നടത്തുന്നുണ്ട്. എന്നിട്ട് തുടർന്ന് കൂടുതൽ ആളുകളെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമവും നടത്തും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ 20 കുടുംബങ്ങളാണ് ഈ മഹാബലിപുരത്ത് എത്താൻ വേണ്ടി സമ്മതം അറിയിച്ചിട്ടുള്ളത്. വിജയ് ഈ കുടുംബാംഗങ്ങൾക്കുള്ള ഈ നഷ്ടപരിഹാര തുക അതുൾപ്പെടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 39 കുടുംബങ്ങൾക്ക് ഈ നഷ്ടപരിഹാര തുകയായിട്ടുള്ള 20 ലക്ഷം അത് നൽകിക്കഴിഞ്ഞു. ഇനി 2 കുടുംബങ്ങൾക്കാണ് ഈ നഷ്ടപരിഹാര തുക ലഭിക്കാനുള്ളത്. അത് ചില ടെക്നിക്കൽ പ്രശ്നങ്ങൾ കാരണമാണ് ഈ 2 കുടുംബങ്ങൾക്ക് തുക ലഭിക്കാത്തത്. അത് ഉടൻ തന്നെ ഇവർക്ക് ലഭ്യമാക്കാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നാണ് ടി.വി.കെ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം കുടുംബങ്ങൾ എത്തുമെങ്കിലും നാളെയാണ് വിജയുമായിട്ടുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത്. നാളെ രാവിലെ വിജയ് ഈ കുടുംബാംഗങ്ങളെ ഈ മുറിയിലെത്തി കാണും. അതിനുശേഷം പൊതുചടങ്ങ് ഹാളിൽ വെച്ചുമുണ്ടാകും. അതിനുശേഷം ഉച്ചയ്ക്ക് വിജയുമായിട്ട് ഒരു ഉച്ചഭക്ഷണത്തിന് ശേഷമായിരിക്കും കുടുംബാംഗങ്ങൾ മടങ്ങുക. നാളെ ഉച്ചയോടെ തന്നെ പരിപാടികളെല്ലാം പൂർത്തിയാക്കി കുടുംബാംഗങ്ങൾ മടങ്ങും എന്നാണ് വിവരം ലഭിക്കുന്നത്. ചെന്നൈയിലെ മഹാബലിപുരത്ത് റിസോർട്ടിൽ വെച്ച് കരൂർ ദുരന്തത്തിൽ ഇരയായ ആളുകളുടെ കുടുംബങ്ങളെ കാണുകയാണ് ടി.വി.കെ അധ്യക്ഷൻ വിജയ്.